നമസ്കാരം. ഡൽഹിയിൽ പെട്രോൾ ഡീസൽ കാറുകൾ വാങ്ങുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തും. വാഹനപ്പെരുപ്പവും അതേ തുടർന്നുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണവും മൂലം പൊറുതിമുട്ടുകയാണ് രാജ്യ തലസ്ഥാനമായ ഡൽഹി. മലിനീകരണം കുറയ്ക്കുന്നതിന് ആവശ്യമായ പല നടപടികളും സ്വീകരിക്കുന്നുണ്ട് എങ്കിലും ഇതൊന്നും ഫലപ്രാപ്തിയിലെത്തുന്നില്ല എന്നാണ് കണ്ടെത്തൽ. കാലപ്പഴക്കം ചെന്ന പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ നിരോധനം, ഇലക്ട്രിക് CNG വാഹനങ്ങളുടെ പ്രോത്സാഹനം തുടങ്ങിയവയ്ക്ക് പുറമെ കടുത്ത നിലപാടിലേക്ക് ഡൽഹി സർക്കാർ നീങ്ങുകയാണെന്നാണ് റിപ്പോർട്ട്. ഒരു കുടുംബത്തിലേക്ക് വാങ്ങാവുന്ന ഫോസിൽ ഫ്യൂവൽ പെട്രോൾ ഡീസൽ കാറുകളുടെ എണ്ണത്തിലാണ് ഡൽഹി സർക്കാർ നിയന്ത്രണം വരുത്തുവാൻ ഒരുങ്ങുന്നത്. ഇതിനൊപ്പം തന്നെ പെട്രോൾ ഉപയോഗിക്കുന്ന സ്കൂട്ടറുകളുടെയും മോട്ടോർ സൈക്കിളുകളുടെയും പൂർണ്ണ നിരോധനവും ഡൽഹി സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. നിർദ്ദേശമനുസരിച്ച് ഒരു വീട്ടിലേക്ക് വാങ്ങാവുന്ന ഫോസിൽ ഫ്യൂവൽ കാറുകളുടെ എണ്ണം 2 പരിമിതപ്പെടുത്തുമെന്നാണ് വിലയിരുത്തലുകൾ. ഇതിനൊപ്പം തന്നെ ആളുകളെ ഹൈബ്രിഡ് വാഹനങ്ങൾ വാങ്ങാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഈ വാഹനങ്ങൾക്ക് നികുതി ഇളവ് നൽകുന്ന കാര്യവും സർക്കാർ പരിഗണിക്കുന്നുമുണ്ട്. വാഹനങ്ങളുടെ വിലയിൽ 15% വരെ കുറവ് ഉറപ്പാക്കുന്ന തരത്തിലുള്ള നികുതി ഇളവുകൾ നൽകാനാണ് സർക്കാർ പദ്ധതിയും ഇട്ടിരിക്കുന്നത്. 2030 ഡൽഹിയിലെ മൊത്തം വാഹനത്തിൻ്റെ 30% ഇലക്ട്രിക് ആക്കുക എന്ന ലക്ഷ്യവും ഈ നിയന്ത്രണത്തിനും നിരോധനത്തിനും പിന്നിലുണ്ട്. ഫോസിൽ ഫ്യൂവൽ വാഹനങ്ങളുടെ നിയന്ത്രണത്തിന് പിന്നാലെ പെട്രോൾ സ്കൂട്ടറുകളുടെയും ബൈക്കുകളുടെയും വിൽപ്പന പൂർണ്ണമായും നിരോധിക്കുകയും ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ സ്വന്തമാക്കുന്ന ആളുകൾക്കുള്ള ഇൻസെൻറ്റീവ് ഉയർത്താനും സർക്കാർ നീക്കം നടത്തുന്നുണ്ട്. 2007 ഏപ്രിൽ 1 നിരോധനം നടപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്.